ചന്ദ്രനിലേക്ക് ഒരു യാത്ര. ചന്ദ്രനിലേക്ക് ഒരു യാത്ര. ഒരു കുഞ്ഞു കുളത്തിൽ മീനുവും അപ്പുവും എന്ന രണ്ടു മീൻകുഞ്ഞുങ്ങൾ താമസിച്ചിരുന്നു. എല്ലാ രാത്രിയിലും അവർ ആകാശത്തിലെ വലിയ ചന്ദ്രനെ നോക്കി സ്വപ്നം കാണുമായിരുന്നു. അപ്പു, നമുക്കൊരു ദിവസം ചന്ദ്രനിലേക്ക് പോയാലോ? മീനു ചോദിച്ചു. അപ്പു ചിരിച്ചു. മീനു, നമ്മൾ മീനുകളല്ലേ, നമുക്കെങ്ങനെ ചന്ദ്രനിലേക്ക് പോകാൻ കഴിയും? അവരുടെ സംസാരം കേട്ട് കുളത്തിലെ ഏറ്റവും പ്രായമുള്ള ആമയായ ആമച്ചൻ പതിയെ അടുത്തുവന്നു. ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ കുഞ്ഞുങ്ങളെ? ആമച്ചൻ ചോദിച്ചു. ആമച്ചൻ പറഞ്ഞു, പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ ഒരു പ്രത്യേക കുമിള പ്രത്യക്ഷപ്പെടും. ആ കുമിളയ്ക്ക് നിങ്ങളെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ആ രാത്രി പൂർണ്ണചന്ദ്രൻ ആകാശത്ത് തിളങ്ങി നിന്നു. മീനുവും അപ്പുവും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒരു വലിയ തിളങ്ങുന്ന കുമിള വെള്ളത്തിൽ പൊങ്ങിവരുന്നു. ധൈര്യശാലിയായ മീനു ആദ്യം കുമിളയിലേക്ക് കയറി. അപ്പുവും പിന്നാലെ കൂടി. കുമിള പതിയെ ആകാശത്തേക്കുയർന്നു. ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങി. അവർ മുകളിലേക്ക് പോകുന്തോറും താഴെ ഭൂമി ഒരു നീലനിറമുള്ള ചെറിയ ഗോളം പോലെ തോന്നി. നക്ഷത്രങ്ങൾ അവർക്കു ചുറ്റും മിന്നിത്തിളങ്ങി. ഒടുവിൽ കുമിള ചന്ദ്രനിൽ പതിയെ ഇറങ്ങി. ചന്ദ്രന്റെ ഉപരിതലം വെള്ളിനിറത്തിൽ തിളങ്ങി. അവർക്ക് ചുറ്റും പാറകളും കുഴികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കുമിളയിൽ നിന്ന് പുറത്തിറങ്ങി ചന്ദ്രനിൽ പതിയെ നീന്തി നടന്നു. എല്ലാം പുതിയതും അത്ഭുതകരവുമായിരുന്നു. അവർ ചന്ദ്രനിലെ പൊടിയിൽ അവരുടെ കുഞ്ഞു ചിറകുകൾ കൊണ്ട് അടയാളങ്ങൾ വരച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വീടിനെ ഓർമ്മ വന്നു. അതേ കുമിളയിൽ കയറി അവർ ഭൂമിയിലേക്ക് തിരികെ യാത്ര തുടങ്ങി. അവരുടെ കുളത്തിലേക്ക് സുരക്ഷിതമായി മടങ്ങിയെത്തി.